സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട്. ഞാനിപ്പോൾ ഓങ്ങല്ലൂർ കേട്ടോ. നമ്മുടെ ഓങ്ങല്ലൂർ നല്ല അടിപൊളി പഴംപൊരിയും ബീഫും കൊണ്ടൊക്കെ കുറച്ച് ചെറിയ ചായക്കാരുണ്ട്. അപ്പോൾ അവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയും ബീഫും കൊണ്ട് കേട്ടു. അപ്പോൾ പൊതുവെ മഴക്കാലമൊക്കെ ആയി എല്ലാവരും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഈ പഴംപൊരിയും ബീഫും. അപ്പോൾ ഈ ഇവിടുത്തെ പഴംപൊരിയും ബീഫും കുഴപ്പമില്ലാതെ കേട്ടു. അപ്പോൾ പോയി കഴിച്ച് നോക്കാം. പൊതുവേ പൊറാട്ടയും ബീഫാണ് ഒരു കോമ്പിനേഷൻ കേട്ടോ. ഈ പൊറാട്ടയ്ക്ക് വെല്ലുവിളി വരുത്തിക്കൊണ്ട് പുതിയ ആൾ എത്തിയിട്ടുണ്ട് പഴംപൊരി. ആ പഴംപൊരിയുടെ കഥ നോക്കി കേൾക്കാം. വരി. എന്താ സുഖം? പഴംപൊരി ബീഫ് പറഞ്ഞിട്ടു. അത് നല്ല സാധനമുണ്ട്, പഴംപൊരിയും ബീഫും. അതൊരു 5 മണിക്ക്, വൈകിട്ട് 5 മണി മുതൽ പുലർച്ചെ 3 മണി വരെ ഉണ്ടാവും. പഴംപൊരി എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? ഓ, നല്ല സൂപ്പർ പഴംപൊരിയാണ്. ടേസ്റ്റുള്ള പഴംപൊരിയാണ്. ഇത് എവിടുത്തെ പഴത്? ഇത് നാടൻ പഴമാണ്. നാടനാണ്? ഇംഗ്ലീഷല്ല? നാടൻ. ഇംഗ്ലീഷല്ല? എല്ലാം. പഴംപൊരി ബീഫും അല്ലേ? പഴംപൊരി ബീഫ്. ഇത് ആരുണ്ടാക്കിയാണത്? ഞാൻ തന്നെ ഉണ്ടാക്കിയാ. പഴംപൊരി വലിപ്പമുണ്ടല്ലോ, എന്താ സംഭവം? പഴംപൊരി വലിപ്പം വേണം, നല്ല ആൾക്കാർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ചെറുത് പാടും. ചെറുപ്പകാലത്തിൽ പഴംപൊരി ബീഫും കഴിച്ചിട്ടുണ്ടോ? ചെറുപ്പകാലത്ത് അങ്ങനെ കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട്, ഇങ്ങനെ ഒരു മാതൃകയായിട്ട് വന്നിട്ട് കഴിച്ചിട്ടില്ല. പക്ഷേ സംഭവം ചെറുപ്പത്തിൽ എപ്പോഴും പൊറാട്ടയും ബീഫാണ് എല്ലാവർക്കും കേട്ടത്. അതെ, പൊറാട്ടം ബീഫ് കാലഘട്ടം മാറിയേക്കുമ്പോൾ ട്രെൻഡിങ് മാറി. എന്തോ അറിയില്ല, ഈ ഒരു സാധനവും ഇത് രണ്ടും പാടെ ഭയങ്കര ടേസ്റ്റാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് കഴിക്കുമ്പോഴൊക്കെ ഇത് വൈബാണ്. എന്താണ് അഭിപ്രായങ്ങൾ? എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ബീഫ് ഈ പഴംപൊരി വന്നാൽ രണ്ടും പാടെ നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല ഞാനൊക്കെ ഇപ്പോൾ ഇതിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ വന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ബീഫും പഴംപൊരി ഈ കക്ഷി കേട്ടോ, ചെറിയ മറിയുണ്ട്, സംഭവം വൈബാണ്. ലൊക്കേഷൻ പോക്കുപടി ഓങ്ങല്ലൂരിൻ്റെ സെൻട്രലായിട്ട് വരും. പഞ്ചായത്ത് ഗ്രൗണ്ടിൻ്റെ കുറച്ച് മേലെ മുന്നിലേക്ക്.